മാനത്ത് ചന്ദ്രകല കണ്ടു. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. കേരളത്തിൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. പൊന്നാനിയിലും കാപ്പാടും വർക്കലയിലും മാസപ്പിറവി ദൃശ്യമായതായി ഖാസിമാർ അറിയിച്ചു. വിവിധ പ്രദേശങ്ങളിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ഞായറാഴ്ചയായിട്ട് ഉറപ്പിച്ചതായി നിങ്ങളെ വിവരം അറിയിക്കുകയാണ്. പൂവാറ്, വർക്കല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം പിറ കണ്ടതിനാൽ, മാസപ്പിറവി ദർശിച്ചതിനാൽ നാളെ റമദാൻ 1 അറിയിക്കുന്നു. മാസപ്പിറവി ദൃശ്യമായതായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ ഐലി, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പാളയം ഇമാം VP സുഹൈബ് മൗലവി എന്നിവർ സ്ഥിരീകരിച്ചതോടെയാണ് റമദാൻ 1 തുടക്കമായത്. റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് റമദാൻ ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ്. വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കൂടിയാണ് റമദാനെ കാത്തിരിക്കുന്നതെന്നും വിശ്വാസികൾ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പുലർത്തുവാൻ എപ്പോഴും തയ്യാറാവുമെന്നതാണ് റമദാന്റെ പ്രത്യേകതയെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ നേരിയ കണിയെങ്കിലും മനസ്സിൽ അവശേഷിച്ചിട്ടുള്ളൊരു വിശ്വാസി അള്ളാഹു റമദാനിൽ നൽകിയിട്ടുള്ള പുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ശീലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സഹവാസം, നമ്മുടെ ഇടപഴകലുകൾ, ഇതിലൊക്കെ തന്നെ ഒരു സൂക്ഷ്മത പുലർത്തുവാൻ വിശ്വാസിയൊക്കെ എപ്പോഴും തയ്യാറാവും. അതാണ് റമദാന്റെ പ്രത്യേകത. റമദാനിലെ രാത്രികാല നമസ്കാരമായ തറാവീഹിനും ഇന്ന് തുടക്കമായി. മതമൈത്രി വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്നുകൾ റമദാനിലെ പ്രത്യേകതയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നായിരുന്നു വ്രതാരംഭം. ന്യൂസ് മലയാളം, കോഴിക്കോട്.